ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. ഇന്നത്തേത് ഒരു റെസിപ്പി വീഡിയോ ആണ്. ഇത് കഴിഞ്ഞ തിരുവോണത്തിൻ്റെ അന്ന് ഇവിടുത്തെ ഡാഡിയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു സദ്യ കേക്കാണ്. അപ്പോൾ നമുക്ക് തിരുവോണമൊക്കെ വരാൻ പോവാണല്ലോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തേൽ ഞാനിത് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറിയുടെ. പക്ഷേ ഇത് ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് ഇവിടുത്തെ എല്ലാ സെലിബ്രേഷൻസിനും ഞങ്ങൾ കേക്ക് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ റൗണ്ട് മോൾഡിലാണ് ബേക്ക് ചെയ്തെടുത്തത്. ബേസിക് സ്പോഞ്ച് തന്നെയാണ് ചെയ്തെടുത്തത്. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ ഇതിൽ ചേർക്കുന്നില്ല, കാരണം ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോവും. പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നീട് ഏതെങ്കിലും കേക്ക് ചെയ്യുമ്പോൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മേക്ക് ഓവർ വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുപോലെ കേക്ക് ചെയ്ത് ഒരു റൗണ്ട് കേക്ക് ചെയ്തെടുത്തു. അതിൻ്റെ രണ്ടറ്റത്ത് നിന്ന് സർക്കിൾ പോലെ റൗണ്ട് ഭാഗങ്ങൾ അതൊരു ചെറിയ ഭാഗം വെച്ചിട്ട് രണ്ടറ്റത്തു നിന്നും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു കേക്ക് നമുക്കതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഞാൻ 10 ഇഞ്ചിൻ്റെ മോൾഡിലാണിത് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്കധികം കനം വേണ്ട ഈ കേക്കിന്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ റൗണ്ടിൻ്റെ പാത്രത്തിലാണ് ഞാനിത് ഞാനിത് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് അതിൻ്റെ അറ്റത്ത് നിന്ന് 2 റാ ഷേപ്പിൽ മുറിച്ചെടുത്ത ഭാഗങ്ങൾ, അതായത് രണ്ടറ്റത്ത് നിന്ന് റാ പോലെ മുറിച്ചെടുത്ത ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്താണ് നമ്മുടെ മനസ്സിലൊരു എല്ലാ ഐഡിയ ഉണ്ടാവണം. അതിനോട് ചേർത്തു. എന്നിട്ട് ക്രീം ചേർത്ത് യോജിപ്പിച്ചു. ഇത് നമ്മൾ 2 ലെയറാക്കി കട്ട് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് പായസമാണ് കൊടുത്തത്. ക്രീം കൊടുത്തു. പാലട പായസമാണ് കൊടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും കാണാനും ഇഷ്ടപ്പെട്ടു, കഴിക്കാനും ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. നല്ല ഒരു കേക്കായിരുന്നു. അതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ ക്രീം ചോക്ലേറ്റ് ഗനാഷി ഇട്ടു. ഇത് നമ്മൾ ഫൈനൽ ഫ്രോസ്റ്റ് ക്രം കോട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഫൈനൽ ഫ്രോസ്റ്റ് ചെയ്തത് ലീഫി ഗ്രീൻ ജെൽ കളർ വെച്ചിട്ടാണ്. അത് വെച്ചിട്ട് ഫൈനൽ ഫ്രോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രേപ്പർ വെച്ച് ഇലയുടെ ഷേപ്പിൽ വരച്ചു കൊടുത്തു. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറായിട്ട് ഉപയോഗിച്ചത് ബ്രെഡാണ്. നമ്മുടെ ബ്രെഡ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മിക്സിയിൽ പൊടിച്ചെടുത്തു. പിന്നെ പപ്പടവും പഴവും ഞാൻ ഒറിജിനൽ തന്നെയാണ് വെച്ചത്. ഇനി അത് വെക്കേണ്ട, നിങ്ങൾക്ക് ഫോണ്ടൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇത്തിരി കൂടെ എല്ലാവർക്കും ഇതാണ് ഇവിടെ ഇഷ്ടം, അതുകൊണ്ടാണ്. ബാക്കിയൊക്കെ ഫോണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഒറിജിനൽ തന്നെ കൊടുത്തു. പിന്നെ ബോളി, പിന്നെ കായ വറുത്തത്, ഇതൊക്കെ ഞാൻ ഫോണ്ടൻറ്റിൽ യെല്ലോ കളർ ആഡ് ചെയ്താണ് ചെയ്തത്. അതുപോലെ തന്നെ ശർക്കര വരട്ടിയും ഫോണ്ടൻ്റ് ആയിരുന്നു. ബാക്കി നമ്മുടെ അവിയലിലൊക്കെ ഫോണ്ടൻറ്റ് ഇങ്ങനെ പല കളറിൽ ഉരുട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങാപ്പീരയ്ക്ക് പകരം ഞാൻ ഈ ബ്രെഡ് ക്രംസ് ഇട്ടു. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടായിട്ട് ഉപയോഗിക്കേണ്ടടത്തൊക്കെ ഇട്ടത്. പിന്നെ ആ ഒരു കിച്ചടി എന്ന് പറഞ്ഞ കടിക്ക് ഞാൻ അതിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ടു. അപ്പോൾ നമ്മുടെ വൈറ്റ് ക്രീമാണ് അവിടെ കൊടുത്തത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ യുക്തിക്കനുസരിച്ച് പല രീതിയിൽ കറികളാക്കി എടുക്കാം. സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ചോക്ലേറ്റ് സോസിൽ കുറച്ച് മാംഗോ ക്രഷും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതുപോലെ എടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും കറികൾ നമുക്ക് ചെയ്യാം. ക്യാബേജ്, തോരൻ, എന്ത് വേണമെങ്കിലും. എലിശ്ശേരി, ഞാൻ എലിശ്ശേരിക്കൊക്കെ ചെയ്തത് ഫോണ്ടൻറ്റും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ അരിഞ്ഞിട്ടിട്ട് അതിൽ ചോക്ലേറ്റ് സോസ് മിക്സ് ചെയ്തു. അതിൽ മാംഗോ ക്രഷ് മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കളർ വരും. നമ്മൾ സൈഡിൽ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഇഷ്ടത്തിനുള്ള കറികൾ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ രൂപം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത്തവണ തോളത്തിന് എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ.